നിങ്ങക്കല്ലേ എന്താ പ്രശ്നം അല്ല പിന്നെ ഫ്ലാഷ് ബാക്ക്. അത് തന്നെയാണ് മദ്യപിച്ച വാഹനം ഓടിച്ച ഇൻഫ്ലുവൻസർ SR ധന്യ. ഇനി വേണം നിനക്ക് നല്ല കപ്പാസിറ്റി അല്ലടോ, നിന്നെ കാണുന്ന പോലെയൊന്നും അല്ലല്ലോ. എവിടുന്ന് പഠിച്ച നീ ഇത്? ഞാൻ പറയാം, എനിക്ക് തൊടേന്റെ അടുത്ത് കുറച്ചധികം എന്റെ ഇത് അവനും കൂടി അറിയില്ല കുറച്ച് അധികമാണ്. അത് എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. ഐ ലവ് മൈ ബോഡി. നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ സൊല്ലടാ. ഇപ്പൊ കൊറേ ആൾക്കാർ പറയുന്നത് എന്നെ കാണുമ്പോ ഞാൻ തടി വെച്ചു. യെസ്, ഒന്നുമില്ല. ഇവള് പറയാ ഞാൻ ഇപ്പോഴും ചെറുപ്പാണെന്ന്. സംഗതി നേരാണെങ്കിലും തുറന്നു പറയുന്നത് കേക്കാൻ ഒരു സുഖണ്ട്. അതിനിപ്പോ എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ അതിനെ ഞാൻ അതാടെ കൊണ്ടിട്ടിനി 4 ആള് കാണിട്ട് നീ നിന്റെ ചട്ടി വരെ അലക്കില്ലാന്ന് ഔട്ടാന്നുള്ളത് എനിക്ക്. നിന്റെ പ്രൊഫൈലും നിന്റെ കുടുംബത്തിലുണ്ടല്ലോ കൊറേ സ്ത്രീകള്. നീ ഇവരോടൊന്നും ചോദിക്കലുണ്ടാ? പിന്നെ ഇവരോടെല്ലാം പോയിട്ട് ഇവരുടെ സൈസിനൊത്ത പിന്നെ ഇന്നവേറെ ഇടുന്നത് മേടിക്കല് കിട്ടലുണ്ടോ, തയ്ക്കലാന്നെല്ലാം ചോദിക്കലുണ്ടാ? ക്രിസ്ത്യാനികൾക്ക് ഒരു അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ച. ഇയാളെന്നാ ഈ ചൊപ്പൻ എന്നാ പറഞ്ഞത്? കുറിയലുട്ടിന് അപ്പുറത്താരാട്ടാ? അവൻ ഏതാ വലിയ കിഴങ്ങൻ? മീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം? ആനത്തുട എന്തൊക്കെയോ ഇങ്ങ ഉണ്മയെ சொல்லக்கூடாதுங்க. മിണ്ടായിരടാ. ഈ ആനത്തുട രാഹുലിന്റെ ഇരുത്തം നോക്കണോ എന്റെ മോനെ? കണ്ടില്ല. അപ്പില് ചവിട്ടിയ പോലെയായി. രാഹുലെ നീ എന്നേടാ ഷാറൂഖ് ഖാൻ. രാഹുലെ ഞാൻ കണ്ടു വെച്ചിട്ടുള്ള ഷാറൂഖ് ഖാൻ നീ എന്നേടാ. ഓ, ചാണ്ടിച്ചായൻ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. ആ 6 പാക്ക് കണ്ടോ അവന്റെ? എന്റെ മോനെ എന്റെ രാഹുലെ കുറി ഏതിടാ? சொல்லாதுங்க. நாமெல்லாம் மனித ஜாதி. மனிதன் மனிதனுக்கு உதவிதானே செய்யணும்.